ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു അമേരിക്കൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഷട്ട് ഇൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, മൂവി തുടങ്ങി പകുതി കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം വരെയും ഒരു നെഞ്ചിടിപ്പായിരിക്കും. കാരണം ഇനി എന്താണ് ഈ മൂവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓർത്തിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുണ്ടല്ലോ, അവർക്ക് എന്തായാലും ഇത് പെട്ടെന്ന് കണ്ടു നിൽക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുപോലുള്ളൊരു മൂവി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അധികമായിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കാരണം ഇനിയും വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്ര മാത്രമേ ഉള്ളൂ, മറക്കാതെ ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ലെയ്നി എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി, അവരുടെ വീടിന് പുറത്തുള്ള ഒരു ആപ്പിൾ തോട്ടമുണ്ട്. അതിനടുത്തേക്ക് ഓടിച്ചെന്ന് ആപ്പിളുകൾ ഇങ്ങനെ പറക്കിയെടുക്കുകയാണ്. അങ്ങനെ ലെയ്നി തൻ്റെ വീടിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെയാണ് ഈ മൂവിയിലെ നായികയായിട്ടുള്ള ജെസിക ഉള്ളത്. ഇത് ജെസികയുടെ വീടാണ്. കൂടാതെ അവൾ ഈ വീട് വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. ഇത്രയും കാലം ജെസിക അവളുടെ അമ്മയോടൊപ്പമാണ് താമസിച്ചത്. പക്ഷെ അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇവിടെ എന്തായാലും താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ വീട് വിറ്റ് അവർ മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ലെയ്നി ഇവിടേക്ക് വന്ന് അതെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലെയ്നി അവരുടെ ആ ഒരു തോട്ടത്തിലേക്ക് പോയിട്ട് ആപ്പിൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ജെസിക ലെയ്നിയോട് പറയും, ലെയ്നി, ഞാൻ നിന്നോട് പറഞ്ഞു വെളിയിലേക്ക് പോകരുതെന്ന്. നമുക്ക് വീട് ക്ലീൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ കുഞ്ഞു ലേനിയാണെങ്കിലോ ഇതൊന്നും വലിയ കാര്യമാക്കാതെ അവളുടെ സൈക്കിളിൽ തന്നെ ഇരുന്നിട്ട് ആ വീട് മുഴുവൻ ഇങ്ങനെ ചവിട്ടി നടക്കുകയാണ്. കാരണം അവളുടെ പ്രായം അതാണല്ലോ. അതുമല്ല, ലെയ്നി ഒരുപാട് ആപ്പിളുകൾ എടുത്തുകൊണ്ട് വന്നിരുന്നു. ഇത്ര ആപ്പിൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മ അതിൽ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പറയുമ്പോൾ ജെസ്സി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കുന്നതും അവളുടെ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള മെയ്സൺ, 1-2 വയസ്സ് മാത്രമേ ഉള്ളൂ, മുകളിലത്തെ റൂമിൽ നിന്ന് കരയുന്നതും. അപ്പോൾ മെയ്സന് പാല് കൊടുക്കാൻ വേണ്ടി ആ പാൽപ്പൊടി എടുക്കാനായിട്ട് ഒരു റൂമിലടുത്തേക്ക് അവൾ ചെല്ലും. എന്നിട്ട് അവിടെയുള്ള ഡോറ് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് കൈ എത്തി അതിനകത്തുള്ള ആ ഒരു പാൽപ്പൊടി ഉണ്ടല്ലോ അതങ്ങ് എടുക്കുകയാണ്. ഇവിടെയാണ് ഈ റൂമിനൊരു പ്രത്യേകതയുള്ളത്. ഈ റൂം അകത്ത് നിന്ന് അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് തുറക്കാൻ കഴിയത്തില്ല. പുറത്ത് നിന്ന് മാത്രമേ അത് അടഞ്ഞു കഴിഞ്ഞാൽ തുറക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മുറിക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ജെസ്സിക മെയ്സനെ എടുത്തു വെച്ച് അത് കഴിഞ്ഞ് അവന് പാല് കൊടുത്ത് ഇപ്പോൾ അവൻ്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടി കട്ടിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞ് ലെയ്നി ഉണ്ടല്ലോ, അവളുടെ ഒരു ചെറിയ പാവ എടുത്തിട്ട് അതിനെയും ഈ ഡയപ്പർ മാറ്റുകയാണ്. മെയ്സൺ എങ്ങനെയാണോ മാറ്റുന്നത് അതുപോലെല്ലാം നോക്കി ഇങ്ങനെ പഠിക്കുന്നു. അപ്പോഴാണ് ജെസ്സിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അവളത് സംസാരിക്കുമ്പോഴത്തേക്കും ലെയ്നി അടുത്തേക്ക് വന്ന്, അമ്മ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ജെസ്സി അവളെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ജെസ്സിക ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല, അവളുടെ സഹായം എന്തായാലും വേണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡെല്ലാം കഴിച്ച് ജെസ്സിക ഇപ്പോൾ ആ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ലെയ്നി ചോദിക്കുന്നത്, മുത്തശ്ശി മരിച്ചതുപോലെ അച്ഛനും മരിച്ചോ? അപ്പോൾ ജെസ്സിക പെട്ടെന്ന്, ഇല്ല, എന്തു പറ്റി? അല്ല പിന്നെന്താ അച്ഛൻ ഇവിടേക്ക് വരാത്തെ? അച്ഛന് ഞങ്ങളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അച്ഛന് നിങ്ങളെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ അച്ഛന് ചെറിയൊരു അസുഖമുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ഇല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ലേനി സൈക്കിൾ ചവിട്ടി നിൽക്കുമ്പോൾ ജെസ്സിക ഇവർക്ക് പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫുഡ് കൊണ്ട് കാറിലേക്ക് വെക്കാൻ പോകും. അപ്പോൾ ലേനി ചോദിക്കും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് പോകുമ്പോൾ കഴിക്കാനുള്ളതാണ്. അല്ല, നമ്മൾ എവിടേക്കാണ് പോകുന്നേ? ഇവിടെ നിന്നിട്ട് നമുക്ക് പോകണ്ടേ? ഇല്ല, മുത്തശ്ശിയുടെ വീട് വിട്ട് പോകാനായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ജെസ്സിക പറയും, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ലേനി പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആപ്പിൾ വിൽക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, അതെല്ലാം കേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു പ്രത്യേകതര റൂമുണ്ടല്ലോ അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ കഴിയാത്ത ആ റൂമിനകത്ത് നിന്നൊരു ടൂൾ ബോക്സ് ജെസ്സിക നേരെ വെളിയിലേക്ക് കൊണ്ടുപോയി. അതേപോലെ തന്നെ പഴയ ആപ്പിൾ ഉണ്ടല്ലോ അതെല്ലാം താഴേക്ക് തള്ളിയിട്ട് വീണ്ടും ആ റൂമിനകത്ത് നിന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ഈ ഡോർ അടയാതിരിക്കാൻ വേണ്ടി അവളൊരു തടി എടുത്ത് വെച്ചിട്ടാണ് അകത്ത് നിൽക്കുന്നത്. അപ്പോൾ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഡോർ ഉണ്ടല്ലോ അത് പതിയെ അടയുന്നുണ്ട്. ജെസ്സിക അത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ആ ഡോർ വന്നങ്ങ് അടയുന്നതും നമ്മുടെ ജെസ്സിക ആ മുറിക്കകത്ത് പെട്ടുപോയി. ഇനി വെളിയിൽ നിന്ന് ഒരാൾ വരാതെ ഒരിക്കലും അത് തുറക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ജെസ്സിക ഇപ്പോൾ ലേനിയെ വിളിക്കാണ്. അങ്ങനെ ലേനി അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അകത്ത് നിൽക്കുന്നേ? ഇല്ല മോളെ, ഞാൻ അകത്ത് നിൽക്കുന്നതല്ല, പെട്ടുപോയി, അതുകൊണ്ട് ഈ ഡോറ് നീ തുറക്കണം, കുറച്ച് പാടായിരിക്കും, എന്നാലും നിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നീ വലിച്ച് തുറക്കണമെന്ന് പറയുമ്പോൾ ലേനി ആദ്യം തന്നെ ചോദിക്കുന്നത് അവളുടെ ആപ്പിളുകൾ എന്ത് ചെയ്യുന്നതാണ്. അത് അമ്മോണ്ട് പോയി കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, അത് കേടായിപ്പോയി, നമുക്ക് എന്തായാലും വേറെ എടുക്കാം, ഇപ്പോൾ എന്തായാലും ഈ ഡോർ തുറക്കാൻ പറയുമ്പോൾ ലേനി എത്ര ശ്രമിച്ചിട്ടും ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ജെസ്സി പറയും, മോളെ കുറച്ച് മാറി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഡോറിലേക്ക് അതിനകത്ത് നിന്നൊരു കട്ട എടുത്തുകൊണ്ട് വന്ന് നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. പക്ഷെ ആ ഡോർ തുറക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് തുറക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായേ. അപ്പോഴാണ് ജെസ്സിക നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് വിജാഗിരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അവൾ ലേനിയോട് ചോദിക്കും, ലേനി നീ പുറത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ പുറത്തുണ്ട്. ശരി മോളെ, ഇത് കേട്ടോ, നീ പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് പോകണം, ഡോർ തുറക്കണം, അതിന് വെളിയിലൊരു ചുവന്ന പെട്ടിയുണ്ട്,
അത് തുറന്നിട്ട് അതിനകത്ത് നീളമുള്ളൊരു മെറ്റൽ ടൂളുണ്ട്, അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നമ്മുടെ ലേനിക്കാണെങ്കിൽ അത് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെസിക പറയും അതിൻ്റെ അറ്റത്ത് ഒരു എക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ടൂളാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നിന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ നമ്മുടെ കുഞ്ഞു ലേനി വെളിയിലേക്ക് പോയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. പക്ഷെ ഇതിലുള്ളതാണെങ്കിലോ സ്റ്റാറിൻ്റെതാണ്, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അടിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവൾ പറയും ലേനി ഇതല്ല, ഇതിൻ്റെ അറ്റത്തൊരു എക്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും ജെസ്സി ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ലേനിക്ക് ആ ഒരു ടൂൾ എന്താണെന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ജെസ്സി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ഫോൺ എടുത്തിട്ട് സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സിഗ്നലും കാണിക്കുന്നില്ല. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സിനിമ തീർന്നില്ലേ. അങ്ങനെ ജെസ്സിക 911 കോൾ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ലേനിയോട് ചോദിക്കും ലേനി നീ ഇവിടെ വെളിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാതെ ഉണ്ട്, ഇവിടെ വേറെ കുറച്ച് ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് പറയുന്നത്. അല്ല അമ്മേ, അത് അച്ഛനാണ്, അച്ഛൻ്റെ കൂടെ വേറൊരാളും കൂടിയുണ്ട്. അപ്പോൾ അവൾ എന്തായാലും 911 വിളിക്കാനായിട്ട് നിൽക്കുകയാണ്, കാരണം എന്തോ ഒരു ഡേഞ്ചർ ഉണ്ട്. എന്നിട്ട് ലേനിയോട് ചോദിക്കും ലേനി നീ മുന്നിലത്തെ ഡോർ അടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതെ, അച്ഛൻ ദേ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ജെസ്സി പറയും ഇല്ല മോളെ, ഓടിപ്പോയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. ലേനി പോയിട്ട് അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ ദേ ഇതാണ് ലേനിയുടെ അച്ഛൻ, അവൻ്റെ പേര് റോബ് എന്നാണ്. അങ്ങനെ അവൻ വന്ന് ഡോർ വന്നിട്ട് ജെസ്സിക നീ ഇത് വീണ്ടും വീണ്ടും ചെയ്യാണല്ലേ, നിനക്ക് ഇത് തന്നെയാണോ പണി, നിനക്ക് മടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡോർ അങ്ങ് അടയ്ക്കുന്നതും ജെസ്സിക നല്ലതുപോലെ പേടിച്ചു. എന്നിട്ട് അവൻ വീണ്ടും ഡോർ തുറന്ന് ഹേയ് തമാശ കാണിച്ചാന്ന് പറയുമ്പോൾ ജെസ്സിക നേരെ വെളിയിലേക്ക് വരികയാണ്. സത്യം പറയാലോ, ജെസ്സിക ഇതിനകത്ത് കിടന്നപ്പോഴത്തേക്കും മെയ്സൺ ഉണ്ടല്ലോ ആ ഒരു കുഞ്ഞ്, അതിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷനായി പോയത്. അങ്ങനെ ജെസ്സിക വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ റൂമിനകത്ത് വേറൊരുത്തനുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ജെസ്സിക ചോദിക്കും ഓ അപ്പോൾ നീ ഇപ്പോഴും ഇവനോടൊപ്പം തന്നെയാണ് കറങ്ങുന്നത്? അതെ, എനിക്ക് കിടക്കാനായിട്ട് വേറെ സ്ഥലമില്ല, അങ്ങനെ ഒരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ജെസ്സിക പറയും ശരി, നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാം എന്ന് പറയുമ്പോൾ റോബ് ഇവിടേക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല, പണത്തിന് വേണ്ടിയിട്ടാണ്, അവന് ഡ്രഗ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ജെസ്സിക പറയും സോറി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ അമ്മ ഈ വീടല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സത്യത്തിൽ ഡിവോഴ്സാണ്. അപ്പോൾ റോബ് അവളോട് ചോദിക്കുന്നുണ്ട് ശരി നമുക്കത് വീണ്ടും തുടങ്ങിയാലോ ഒന്നേന്ന് പറഞ്ഞ്. അപ്പോൾ ജെസ്സിക പറയും അതൊക്കെ എന്തായാലും നോക്കാം, എനിക്ക് എന്തായാലും വേറൊരു സഹായം കിട്ടിയിട്ടുണ്ട്, നിനക്കും എന്തായാലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയും, കാരണം നമുക്കിപ്പോൾ 2 കുട്ടികളുണ്ട്. പിന്നെ നീ ഇപ്പോൾ സാമീനെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നേ, അവൻ ആ ചെറിയ കുട്ടിയോട് എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട സാമി അവിടേക്ക് വന്നിട്ട് ഹേയ് എന്നെ പറ്റി എന്താ പറഞ്ഞേ? ജെസ്സി പറയും ഞാൻ നിന്നോടല്ലോ സംസാരിച്ചേ, ഞാൻ റോബിനോടാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരികയാണ്. അപ്പോൾ വീണ്ടും ജെസ്സിക സാമി ഞാൻ റോബിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് റോബിനോട് പറയും റോബ് ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് നിന്നെ വിളിക്കാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സാമി പെട്ടെന്ന് റോബിനോട് പറയും കേട്ടില്ലേ അവൾ പറയുന്നത്, അവൾ നിന്നെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇത് കേട്ട റോബിന് നല്ല ദേഷ്യം വന്ന് നമ്മുടെ ജെസ്സിയെ ഒരു ഒറ്റയടി. എന്നിട്ട് അവളോട് പറയും നീ ഇപ്പോഴും മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെയാണ്, നിന്നെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറക്കണ്ടായിരുന്നു, പുറത്തിറക്കിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയോ, ഇപ്പോഴാണെങ്കിലോ ഇവിടെ അയൽക്കാർ വേറെ ആരുമല്ല, ഇതൊന്നും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യരുതായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ ജെസ്സിനെ വീണ്ടും പൊക്കിയെടുത്ത് ആ റൂമിനകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കുന്നതും കൊണ്ടുവരുന്ന വഴിക്ക് നമ്മുടെ ജെസ്സിൻ്റെ ഫോൺ താഴെ വീഴും, അത് ഈ റൂമിന് വെളിയിൽ. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് മുകളിൽ മെയ്സൺ കരയാൻ തുടങ്ങുന്നത്. ഇതുകൂടി ആകുമ്പോഴത്തേക്ക് ജെസ്സിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് ലെയ്നി അവിടേക്ക് വന്ന് അമ്മ റൂമിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക്, നീ പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് മെയ്സൻ്റെ അടുത്തിരിക്കും, എന്നിട്ട് റൂം നല്ലതുപോലെ അടയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു ലെയ്നി നേരെ മുകളിലേക്ക് ഓടി ഇങ്ങനെ പോവാണ്. എന്നിട്ട് ആ ഒരു ഡോർ അടയ്ക്കുന്നുണ്ട്, ഈ ശബ്ദമല്ല അവൾക്ക് താഴെ നിന്ന് കേൾക്കാൻ കഴിയും. അതേസമയം സൈക്കോ റോബ് ഉണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ റൂമിന് വെളിയിൽ കുറെ ആണി കൊണ്ടുവന്ന് അടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ സൈക്കോ ഒന്ന് വിളിക്കാതെ. അതുപോലെ അടിക്കുന്ന സമയത്ത് നമ്മുടെ ജെസ്സിയുടെ കയ്യിൽ ഒരു ആണി തറച്ച് കയറുന്നുണ്ട്. അപ്പോൾ ജെസ്സു ഈ റോബ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ പഠിക്കണം, നീ ഇനിയും പഠിക്കാനുണ്ട്, നീ ഒരിക്കലും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുകളിലേക്ക് പോയി കുട്ടികളെടുക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജെസ്സു പറയും റോബ് ഒരിക്കലും നീ കുട്ടികളെ എടുത്തോണ്ട് പോകരുത്, കാരണം സാമി അവൻ കുട്ടികളെ റേപ്പ് ചെയ്യുന്നവനാണ്, ഒരിക്കലും അവൻ്റെ അടുത്തേക്ക് കുട്ടികളെ കൊടുക്കരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് റോബ് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ലെയ്നി ഡോർ അടച്ചതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് വന്നിട്ട് കുറച്ച് മയക്കുമരുന്ന് പൊടി അതിൻ്റെ പൊതി ഇങ്ങനെ എടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും നീ പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടേക്ക് വരാം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വേറെ ഒന്നല്ല, നമ്മുടെ റോബ്, ജെസ് ഇവരെല്ലാവരും പണ്ട് മുതലേ ഈ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവൾക്ക് കുട്ടികളായതുകൊണ്ട് അവളത് നിർത്തിയതാണ്. ഇതാണ് ഈ ലഹരിക്കെല്ലാം അടിമകളായി കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അത് നമ്മളെ ബാധിക്കത്തില്ല, ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ അത് ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെയുള്ള ലഹരികളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് തടയാൻ ശ്രമിക്കുക. അങ്ങനെ ജെസ്സിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ലേനി നേരെ താഴേക്ക് വന്നിട്ട് അമ്മ എന്തിനാ ഇപ്പോഴും അകത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. അല്ല മെയ്സൺ എങ്ങനെയുണ്ട്? അവ ഉറങ്ങി, ഞാൻ ABCD പാടിക്കൊടുത്തപ്പോൾ അവ ഉറങ്ങിപ്പോയി.
അപ്പോൾ ജസ് പറയും ഓക്കെ മോളെ, ഇപ്പം അമ്മ പറയുന്നത് അതേപോലെ കേൾക്കണം. ഓടിപ്പോയിട്ട് മുൻവശത്തെ ഡോർ അങ്ങ് അടയ്ക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് വന്ന് ഈ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷെ പാടാണെന്ന് എനിക്കറിയാം, മോക്കറിയാലോ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എന്ന് പറയുമ്പോൾ ലേനി ഓടിച്ചെന്ന് മുൻവശത്തെ ആ ഒരു ഡോർ അടച്ച് നേരെ ഇവിടേക്ക് വന്ന് അപ്പോൾ ജസ് പറയും മോളെ ഇനി പോയിട്ട് അമ്മയുടെ ഫോൺ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അമ്മ പുറത്തേക്ക് വാന്ന് പറയുന്നതും അവൾ പറയും എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയത്തില്ല, നീ ഫോൺ എടുത്തുണ്ടോ, പോലീസിനെ വിളിക്കണം, 911 വിളിക്കണമെന്ന് പറയുമ്പോൾ ലേനി ചോദിക്കും എന്താ ഈ 911? കാരണം കുട്ടിയായതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, അവൾക്ക് ആ ഒരു സീരിയസ്നെസ് അറിയത്തില്ലല്ലോ. അപ്പോൾ ജസ് പറയും മോളെ പ്ലീസ് ആ ഫോൺ എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ലേനി നേരെ ഓടി അവിടേക്ക് ചെന്നിട്ട് വീട് മുഴുവൻ നോക്കിയിട്ടും ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ അവൾ തിരിച്ചു വന്ന് ജസ്സിനോട് പറയും അമ്മേ ഫോൺ അവിടെ ഇല്ല, അതേപോലെ തന്നെ ടേബിളിന് മുകളിൽ വെച്ച പേഴ്സ് അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് റോബ് തന്നെയാണ്. അപ്പോഴാണ് ലേനി പറയുന്നത് അമ്മയെ പെട്ടെന്ന് പുറത്തേക്ക് വാ, എനിക്ക് ബാത്റൂമിൽ പോകണം, മൂത്രം ഒഴിക്കണമെന്ന് പറയുമ്പോൾ ജസ് പറയും മോളെ നിനക്കറിയാലോ അമ്മ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാമെന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും അമ്മ വാ പുറത്തേക്ക് വാ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ജസ് ഇല്ലാതെ അവർക്കൊരു കാര്യം ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോഴും ജസ് അവളോട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ മെയ്സൺ കരയാൻ തുടങ്ങും. അപ്പോഴാണ് ജസ് ലേനിയോട് പറയുന്നത് ലേനി നീ മുകളിലേക്ക് പോ, മെയ്സന്റെ അടുത്ത് പാലിരിപ്പുണ്ട്, അതെടുത്ത് അവന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ലേനി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മൂത്രം ഒഴിക്കുകയാണ്. എന്നിട്ട് പറയും അമ്മ സോറി എന്നെ വഴക്ക് പറയരുത്, ഞാൻ മൂത്രം ഒഴിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ജെസ്സിപ്പി ഈ മുറിക്കകത്ത് നോക്കുമ്പോഴത്തേക്കും അവളുടെ മുത്തശ്ശി ഉണ്ടാക്കിയ ആപ്പിൾ ബട്ടർ ഉണ്ട്, അതൊരു കുപ്പിയിലിരിക്കുന്നതിനെ കാണും. അതൊരു 3-4 കുപ്പി ഇരിപ്പുണ്ട്. അപ്പോഴേക്കാണ് ഇവിടെ താഴെ ലേനി വന്നിട്ട് അമ്മ മെയ്സന്റെ ഡയപ്പർ മാറ്റണം എന്ന് പറയുമ്പോൾ ലേനി നിനക്കത് എങ്ങനെ ചെയ്യണമെന്നറിയാലോ, ആദ്യം ആ ഒരു പേഴ്സിൽ നിന്നും ഡയപ്പർ എടുക്കുക, അത് കഴിഞ്ഞ് അവനെ ക്ലീൻ ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഓടി മുകളിലേക്ക് പോവാണ്. കാരണം ആ ഒരു പാവയിൽ ലേനി ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴും ജസ് പറയുന്നുണ്ട് മോളെ അതൊരു പാവയല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോവാണ്. കാരണം ഈ ഒരു മൂവിയിൽ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ലേനി പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലേനി അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റ് എടുത്ത് അകത്തേക്ക് വയ്ക്കും. അപ്പോൾ അതിൽ ഇതിനകത്തുള്ള ആ ഒരു ബട്ടർ ഉണ്ടല്ലോ അത് നമ്മുടെ ജസ്സിനെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചവൾ ആ പ്ലേറ്റ് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ ഇനി അടുത്തത് മെയ്സന് കൊടുക്കണം. മെയ്സന് കൊടുക്കാൻ ആ ഒരു ബട്ടർ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ലേനി ബാഗിലൊരു സ്പൂൺ ഇരിപ്പുണ്ട്, അവനെ നേരെ ഒരിടത്ത് ഇരുത്തി അവനത് കോരി കൊടുക്കണമെന്ന് പറയുമ്പോൾ ലേനി പറയും എനിക്കിപ്പോഴും വിശക്കുന്നു എന്ന് പറയുമ്പോൾ ജസ് പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ സിങ്കിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോ. അപ്പോൾ ലേനി പെട്ടെന്ന് ഇല്ല എനിക്കിപ്പോൾ തന്നെ ജ്യൂസ് വേണം എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ ജസ് പറയും മോളെ നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഫുഡ് ഇതെല്ലാം ഞാൻ കാറിൽ കൊണ്ടുവച്ചു, അതുകൊണ്ട് നീ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ ഇല്ല എനിക്ക് വെള്ളം ഇഷ്ടമല്ല എനിക്കിപ്പോൾ തന്നെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇയാൾ വാശി പിടിക്കുമ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ജസ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അവൾ ആ ഒരു ബട്ടറും എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഓടിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മുടെ ജസ് അതിനകത്ത് തന്നെ കിടന്ന് ഇപ്പോൾ രാത്രിയായി അവൾ കിടന്ന് ഉറങ്ങാണ്. അപ്പോഴാണ് ഡോറിനടുത്ത് ആരോ ശബ്ദം, അമ്മ എഴുന്നേൽക്കുന്നിങ്ങനെ പറയുന്നു. എന്താണെന്ന് ഡോറിനടിയിലെന്ന് നോക്കുമ്പോൾ ലേനി അവിടെ വന്ന് കിടക്കാണ്. അപ്പോൾ ജസ് പറയും മോളെ ഇവിടെ കിടക്കരുത്, മുകളിൽ പോയി കിടക്കാൻ പറയുമ്പോൾ ഇല്ല അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ലേനി പറയും ഇല്ല അമ്മ പുറത്തേക്ക് വരാൻ പറയുമ്പോൾ ഇല്ല മോളെ എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയത്തില്ല, നീ എന്തായാലും മെയ്സന്റെ അടുത്തേക്ക് പോയി കിടക്ക്, അവന് പേടിയാവും എന്ന് പറയുമ്പോഴും ലേനിക്കാണെങ്കിലോ അവളുടെ അമ്മ തന്നെ അടുത്ത് വേണം, അതുകൊണ്ട് പുറത്തേക്ക് വരാൻ പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ലേനിയെ പറഞ്ഞ് മുകളിലേക്ക് വിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുകയാണ്. അടുത്ത ദിവസം രാവിലെ ഇവർക്ക് കഴിക്കേണ്ട ഫുഡ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ആ ബട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ലേനിയോട് പറയുന്നുണ്ട് ലേനി മെയ്സൺ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സഹായം വേണം. അങ്ങനെ മെയ്സന് ഫുഡെല്ലാം കൊടുത്ത് ലേനി താഴേക്ക് വന്ന് അവൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊടുക്കുകയാണ്. എന്തൊക്കെയാണെന്നറിയോ, കമ്പ്, കല്ല്, അതേപോലെ തന്നെ ചെറിയ ടോയ്, ഇതൊക്കെയാണ്. കാരണം അവൾക്ക് അറിയത്തില്ലല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് അവളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ജസ്സിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരേ സമയം നമുക്കത് കാണുമ്പോൾ ക്യൂട്ടായിട്ടും തോന്നും, ഉള്ളിൽ നല്ല പേടിയുണ്ടാവും. കാരണം 2 കുട്ടികളും വെളിയിലാണ്. അങ്ങനെ അവസാനം ഒരു ക്രയോൺ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇത് കണ്ട ജസ്സിനാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് നിനക്കറിയത്തില്ല എന്താ കൊണ്ടുവരേണ്ടതെന്ന്, ഇതല്ല നല്ല കട്ടിയുള്ളതെന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ലേനി പേടിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ജസ് വീണ്ടും സമാധാനിച്ചിട്ട് ഓക്കെ അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവളെ സമാധാനിപ്പിച്ചിട്ട് അവളെ കരച്ചിൽ നിർത്തി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. കുറച്ചു നേരത്തേക്ക് നമ്മുടെ ലേനിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്നാണ് അവള് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് പറയും ഇത് അച്ഛനോട് അടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എന്നും പറഞ്ഞ്. അപ്പോൾ ഇതുകൂടി ആവുന്നത് നമ്മുടെ ജസ് മോളെ കൊള്ളാൻ നല്ല കാര്യം, നീ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ലേനി പെട്ടെന്ന് വെളിയിൽ നിന്നിട്ട് യെസ് ഐ ഡിഡ് ഇറ്റ്, ഓക്കെ അമ്മേ ഞാൻ എന്തായാലും മെയ്സന്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അയാൾ വലിയ കാര്യത്തിൽ നേരെ മുകളിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ജസ് പറയും ഓക്കെ മോളെ അമ്മ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ അതിങ്ങനെ കുത്തിപ്പൊളിക്കും. അങ്ങനെ അവൾ കുത്തി പൊളിക്കുമ്പോഴത്തേക്കും അവളുടെ കൈ മുറിയുന്നുണ്ട്. എന്നിരുന്നാലും നിർത്താൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ കുത്തി കുറേ നേരം കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും വൈകുന്നേരമായി, ഇരുട്ടാറായി. അപ്പോഴാണ് ജസ് മുകളിലേക്ക് നോക്കിയിട്ട് ലേനിയോട് പറയുന്നത് ലേനി അമ്മ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരും വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ
നമ്മുടെ ലെയ്നി മെയ്സൺ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണെങ്കിലും മെയ്സൺ പെട്ടെന്ന് താഴെ വീണ് അവൻ കരയാൻ തുടങ്ങുന്നതും ലെയ്നി പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് അമ്മ ഞാൻ മെയ്സനെ പൊക്കിയെടുക്കുമായിരുന്നു. ഓക്കെ മോളെ കുഴപ്പമില്ല, അവനിപ്പോൾ കരയില്ല, അവൻ്റെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കി, അവനോടുക്കുള്ള പാലെന്തെന്ന് ചോദിക്കുമ്പോൾ അത് താഴെ വീണ് എല്ലാം പോയി എന്ന് പറയും. അപ്പോൾ ജെസ് പറയും ശരി മോളെ, മെയ്സൺ എങ്ങനെയാണ് പാൽ കൊടുക്കേണ്ടതെന്ന് അറിയാലോ, അമ്മ പാലുണ്ടാക്കുന്നത് നീ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ചെയ്യാൻ പറയുമ്പോൾ അവൾ പറയും അതെ ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നതും ഇപ്പോൾ മെയ്സൺ കരയുന്നത് കൊണ്ട് തന്നെ ജെസ്സിന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയേ മതിയാവും. അങ്ങനെ കുറേ കഴിയുമ്പോൾ മെയ്സൺ കരച്ചിൽ നിർത്തി. അപ്പോഴേ ഇവളിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലെയ്നി ആ ചെറിയ സൈക്കിളും എടുത്ത് ഈ റൂമിന് വെളിയിലേക്ക് വന്നിട്ട് അമ്മേ വെളിയിൽ ആരോ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ജെസ് പറയും മോളെ അതാരാ, അച്ഛനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛനല്ല, അച്ഛനോടൊപ്പം വന്ന വേറൊരാളില്ലേ അയാളാണെന്ന് പറയുന്നത്. എന്തായാലും അത് സാമി തന്നെയാണ്, അവനെപ്പറ്റി നമുക്കറിയാലോ. അപ്പോൾ ജെസ് ചോദിക്കും ലെയ്നി നീ മുൻവശത്തെ ഡോർ അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ ലെയ്നി പറയും അയാളതെ അകത്തേക്ക് വരുന്നെന്ന് പറയുന്നതും ജെസ് പറയും മോളെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് പോയിട്ട് ഡോർ അടക്കി, ആര് വന്നാലും ഡോർ തുറക്കരുതെന്ന് പറയുന്നതും ലെയ്നി പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി ആ ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ട്. എന്തായാലും അത് കേൾക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ആശ്വാസമാവുന്നത്. അങ്ങനെ സാമി അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ലെയ്നി അന്വേഷിക്കാണ്. ഹലോ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ റൂമിനടുത്തേക്ക് വന്നിട്ട് ജസ് നീ ഇപ്പോഴും ഇതിനകത്താണോ? അപ്പോൾ ജസ് ചോദിക്കും റോബോ എവിടെ, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ മറ്റൊരാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അത് നിന്നെ സംരക്ഷിക്കാനെന്ന് പറയുമ്പോൾ ജസ് പറയും അതിനെനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നീ ഇപ്പം തന്നെ എൻ്റെ വീട് വിട്ട് പോകണമെന്ന് പറയുന്നതും അപ്പോൾ അവൻ പറയും ഹേയ് ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ലെയ്നിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അവൾ വളരെ സുന്ദരിയാണല്ലേ എന്നെല്ലാം പറഞ്ഞ് അവളിവിടെ മുകളിലാണോ എന്ന് ചോദിച്ച് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ജസ് പറയും നീ ഒരിക്കലും മുകളിലേക്ക് പോരുത്, എൻ്റെ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ പറയും ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല, കാരണം റോബിനിക്ക് പണം തരാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് അവൻ നേരെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. അപ്പോഴാണ് നമ്മുടെ ജസ് പെട്ടെന്ന് സാമിയോട് പറയുന്നത് ഓക്കെ റോബ് എനിക്കൊരു പൊതി തന്നിട്ടുണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പണം കിട്ടും, വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കും വിറ്റ് കഴിഞ്ഞാൽ നല്ല പണം കിട്ടുമോ? അതേ കിട്ടും. ഓക്കെ എന്തായാലും നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കത് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വാങ്ങിക്കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും ശരി ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ താഴേക്ക് വന്നിട്ട് ശരി അതിങ്ങനെ തരാൻ പറയുമ്പോൾ അവൾ പറയും നീ ഡോറിനടുത്തേക്ക് വരാൻ പറയും. ഇല്ലില്ല അത് വേണ്ട, നീ ഡോറിനടുത്തേക്ക് അത് ഇട്ട് തന്നാൽ മതി, ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ജസ് പറയും ഇല്ല എനിക്ക് ഡോറിനടുത്തേക്ക് വരാൻ കഴിയത്തില്ല, ഞാൻ കുറച്ച് ദൂരെയായിട്ടാണ്, അതുപോലെ എനിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് അനങ്ങാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ അകത്തേക്കൊന്ന് കൈയിടാൻ പറയുന്നതും അങ്ങനെ അവൻ താഴേക്ക് ഇരുന്നിട്ട് അകത്തേക്ക് കൈയിടുന്നതും ജെസ്സിയുടെ പ്ലാൻ എന്താണെന്നറിയോ, അവൻ അകത്തേക്ക് കൈയിടുമ്പോൾ കയ്യിലേക്ക് കുത്താൻ വേണ്ടി. അപ്പോൾ അവൻ അകത്തേക്ക് കൈയിടുന്നത് അവൾ അവിടെ ഇരുന്നിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കൈയിടുന്നതും ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അവൻ്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്തി താഴേക്ക് ഇറക്കിയങ്ങ് വയ്ക്കും. എന്നിട്ട് ആ ഒരു കട്ടയുണ്ടല്ലോ അത് വെച്ച് സ്ക്രൂ ഡ്രൈവർ ഇടിച്ചങ്ങ് താഴേക്ക് വയ്ക്കുന്നതും അവനിപ്പോൾ കൈ അനക്കാണ്ട് കഴിയത്തില്ല, അവിടെ തന്നെ കിടക്കാണ്. അപ്പോഴേക്കും സാമി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അത് അഴിക്കാനായിട്ട്, പക്ഷെ ജസ് ഒരിക്കലും കേൾക്കത്തില്ല. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ കിടന്നിട്ട് അവൻ വീണ്ടും പ്ലീസ് അത് അഴിക്കുന്നു പറയുമ്പോൾ ജസ് പറയും നീ മുന്നിലത്തെ ഡോർ തുറന്നിട്ടിട്ടാണ് അകത്തേക്ക് കയറിയെങ്കിൽ നീ എന്തായാലും മരവിച്ച് മരിക്കും, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോഴും അവൻ പറയുന്നുണ്ട് ഇത് അടിക്കാനായിട്ട്, പക്ഷെ അവൾ കേൾക്കുന്നില്ല. അവളാണെങ്കിലോ ആ ഹോള് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നു. സാധാരണ രീതിയിൽ തന്നെ വെളിയിൽ നല്ല തണുപ്പാണ്, ഇപ്പോൾ ഈ മഴയും കൂടി പെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? ആ സമയത്ത് തന്നെ പതിയെ കറണ്ടും പോകുന്നു. അപ്പോഴാണ് സാമി അവിടെ കിടന്നിട്ട് ജസ് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഓ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണല്ലേ. അങ്ങനെ ഈ കറണ്ട് പോകുന്നതും പെട്ടെന്ന് ലെയ്നി പേടിച്ച് താഴേക്ക് വരും. അപ്പോൾ ജസ് പറയുന്നുണ്ട് ലെയ്നി ഒരിക്കലും താഴേക്ക് വരരുതെന്ന് പറയുമ്പോൾ ലെയ്നിക്ക് അറിയത്തില്ലല്ലോ സാമി ഇവിടെ താഴെ കിടക്കുന്ന കാര്യം, അവൾ പേടിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സാമി പെട്ടെന്ന് ലെയ്നിയെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് നീ അത് വലിച്ചൊരിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും പക്ഷെ ജസ് ഒരിക്കലും അത് ചെയ്യത്തില്ല. ലെയ്നി ആണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നുണ്ട്, കാരണം ഇവന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ അത് വലിച്ചൂരിയാലും അത് കുട്ടികൾക്ക് അപകടം തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ജസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇതിനകത്ത് മദ്യം ഉണ്ടായിരുന്നു. അതെടുത്ത് അവന്റെ കയ്യിലേക്ക് ഒഴിച്ച് കയ്യിലുള്ള തീപ്പെട്ടി കത്തിച്ചങ്ങ് ഇട്ടുകൊടുക്കുന്നതും അവന്റെ കൈ അങ്ങ് തീ പിടിക്കുകയാണ്. അപ്പോൾ ആ വേദനയിൽ നമ്മുടെ ലെയ്നിയുടെ പിടി വിടുന്നതും ലെയ്നി ഇപ്പോൾ മുകളിലേക്ക് ഓടിപ്പോയിട്ട് ഡോറങ്ങ് അടയ്ക്കാണ്. ഇവന്റെ കൈ മുഴുവനായിട്ട് കത്തി പിടിക്കുകയല്ലേ, കൂടാതെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ കിടന്ന് അലറി വിളിക്കുന്നതും ജസ് വെട്ടുന്നൊരു തുണി എടുത്തിട്ട് ആ ഒരു തീ അങ്ങ് അണയ്ക്കും. അങ്ങനെ അവിടെ കിടന്നുറങ്ങി ഇപ്പോൾ അടുത്ത ദിവസമായി കാണിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നല്ല രീതിയിൽ എപ്പോഴും മഴ പെയ്യുന്നുണ്ട്. സാമിയാണെങ്കിലോ അവന്റെ കൈയും വെച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കാണ്. ഇപ്പോൾ അനക്കമൊന്നുമില്ല, ഇവ മരിച്ചോ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കാണ് ബോബ് കൊണ്ടിട്ട ആ ഒരു മയക്ക് വരുന്നുണ്ടല്ലോ അതവിടെ കിടപ്പുണ്ട്. അങ്ങനെ അതെടുത്ത് അവളുടെ ഒരു ബൈബിളുണ്ട്, അങ്ങനെ ആ ഒരു ബൈബിളും വലിച്ചു കീറി അത് വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും കുറച്ച് പണം കിട്ടുന്നു. അതൊരു നോട്ട്. അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ ഒരു ബൈബിള് ഓരോ പേജായിട്ട് ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കും ഓരോ പേജിലും പണം ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്സിന്റെ അമ്മയാണ് ഈ ഒരു രീതിയിൽ പണം അതിനകത്ത് വെച്ചിട്ടുള്ളത്, അത് അവൾക്ക് വേണ്ടി. അങ്ങനെ ഇതുകൂടി ആവുന്നത് അവൾക്ക് നല്ല സന്തോഷമായിട്ട് അവൾ ആ ഒരു ബൈബിൾ എടുത്തൊരു ഒറ്റയേറ് അടുത്തുള്ളൊരു കുരിശുണ്ടല്ലോ അത് പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും.
അങ്ങനെ അവൾ ആ ഒരു മെഴുകുതിരി എടുത്ത് അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ മുകളിൽ നിന്നും വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗം മുഴുവനായിട്ട് നനഞ്ഞിരിക്കുന്നു. അങ്ങനെ അവളത് കൈവച്ച് തൊട്ട് നോക്കുമ്പോഴത്തേക്കാണ് അത് ഇളകുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ആ ഒരു തടി ഭാഗമെല്ലാം അവൾ വലിച്ചിളക്കിയിട്ട് അത് കഴിഞ്ഞ് സാമിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുകയാണ് അവൻ അനങ്ങുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഒരു അനക്കമില്ല. അതുകൊണ്ട് തന്നെ ആ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ വലിച്ചൂരിയിട്ട് ഈ മുകളിലത്തെ ഭാഗം കുത്തി ഇളക്കാണ്. അങ്ങനെ ഒരു വിധത്തിൽ അത് കുത്തി പൊളിച്ച് നേരെ മുകളിലേക്ക് കയറുമ്പോൾ അത് ബാത്റൂമായിരുന്നു. അങ്ങനെ അവിടേക്ക് ചെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ലേനിയെ വിളിക്കുമ്പോഴത്തേക്കും അവളുടെ റൂമിനടുത്ത് മുഴുവനായിട്ട് ഈ ആപ്പിൾ ഉണ്ടല്ലോ കടിച്ചിട്ട് ബാക്കിയുള്ളത് അതിങ്ങനെ കിടക്കുകയാണ്. കാരണം അവൾക്ക് വിശപ്പ് കാരണം വെളിയിൽ പോയിട്ട് ആപ്പിളെല്ലാം എടുത്തുകൊണ്ട് വന്ന് തിന്നുമായിരുന്നു. അപ്പോൾ ജെസ് പറയുന്നുണ്ട് ലേനി ഡോർ തുറക്കാൻ പറയുമ്പോൾ അവൾ ഡോർ തുറക്കുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി ജെസ് പെട്ടെന്ന് ഡോർ ചവിട്ടി തുറക്കുന്നതും അതിനകത്തും ഒരുപാട് ആപ്പിളുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലാം ലേനി കഴിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. കാണിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് തുണികൾ വെച്ചിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഇവർ മരിച്ചോ ഇല്ലയോ എന്നറിയാതെ പതിയെ ജെസ് അടുത്തേക്ക് ചെന്നിട്ട് ആ തുണി ഓരോന്നിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും അനങ്ങാതെ കിടക്കുന്നു. സത്യം പറയല്ലോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ജെസ്സിനെ നെഞ്ചു കളന്നിടിക്കും. പെട്ടെന്നാണ് ലേനി തിരിഞ്ഞു നോക്കിയിട്ട് അമ്മ വന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് കുറച്ച് ആശ്വാസം വന്നത്. അപ്പോൾ അത്രയും തണുപ്പായത് കൊണ്ടാണ് ലേനി ഇത്രയും ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് അവരുടെ മുകളിലേക്കിട്ട് മൂടി പൊതിച്ചിങ്ങനെ കിടന്നത്. എന്തായാലും ഭാഗ്യം കണ്ട എൻ്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴാണ് ഇത്തിരി മാറിയത്. അങ്ങനെ രണ്ടുപേരെ എടുത്തിട്ട് നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും സാമി ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്, ഒരു അനക്കവുമില്ല. അപ്പോൾ ജെസ് മെയ്സനെ ലേനിയുടെ കയ്യിൽ കൊടുത്തിട്ട് മോളെ അവനെ പിടിച്ചോ, അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയൊന്നുമില്ല. അതുമല്ല വീണ്ടും വന്ന് നമ്മുടെ സാമിയെ ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്, അനക്കമില്ല. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്നും എന്തോ ഒരു കീ എടുത്തിട്ട് അവൾ പതിയെ വെളിയിലേക്ക് ഇങ്ങനെ പോവും. ഡോർ തുറന്ന് നോക്കുമ്പോൾ വെളിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ലേനി പറയും അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ലേനി ഇവരെ രണ്ടുപേരെയും വിളിച്ച് ആ ഒരു മഴയത്തോടു കൂടി കാറിനടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ആ ഒരു കാറിന്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് ഒരു വിധത്തില് അതിനകത്തുള്ള ആ ഒരു ഫുഡും എടുത്ത് ഇവർ അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഈ കവർ പൊട്ടിയിട്ട് പകുതി ഫുഡും താഴേക്ക് ഒന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ട് ജ്യൂസ് മാത്രം എടുത്ത് നേരെ അകത്തേക്ക് വന്ന് അത് നമ്മുടെ ലേനിക്ക് കുടിക്കാണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവളത് കുടിച്ചു തരുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് ഇനിയും വിശക്കുന്നുണ്ട്, സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം വെളിയിൽ കിടക്കുകയല്ലേ. അപ്പോൾ ജെസ് മെയ്സനെ അവളുടെ അടുത്തേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ വീണ്ടും വെളിയിലേക്ക് വന്ന് ആ ഒരു മഴയത്തിറങ്ങി ഈ സ്നാക്സ് എല്ലാം എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആഹാ കാണിക്കുമ്പോൾ വേറെ ഒന്നല്ല, സാമി ഉണ്ടല്ലോ അവൻ എഴുന്നേറ്റ് ആ ഒരു ജനാലയുടെ അടുത്ത് നിൽക്കുന്നു. അങ്ങനെ ഇത് കാണുന്ന ജെസ് പെട്ടെന്ന് ഓടി വന്നിട്ട് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിലും ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്. അതുപോലെ അവളാണെങ്കിൽ പെട്ടെന്ന് താഴെ വീണ് എഴുന്നേറ്റ് ആ ഡോർ ചവിടി തുറന്ന് അകത്തേക്ക് വരുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അവിടെ കാണുന്നില്ല. ജെസ് ഓടി മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് സാമി അവിടെ ഈ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ അവന്റെ കയ്യിലാണെങ്കിൽ കത്തിയിട്ട് എന്നിട്ട് പറയും അടുത്തേക്ക് വരരുത്, ഇവരെ രണ്ടുപേരെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ കുട്ടികൾ രണ്ടുപേരും നല്ല കരച്ചിലേ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട്, പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊല്ലാൻ വേണ്ടി അവൻ ആ കത്തിയെടുത്ത് അടുത്തേക്ക് വെക്കുന്നതും പെട്ടെന്ന് നമ്മുടെ റോബ് അവിടേക്ക് വരികയാണ്. ഇപ്പോൾ റോബിന്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്കുണ്ട്, അതെടുത്ത് വെച്ചിട്ട് സാമി എന്റെ കുട്ടികളെ നീ വെറുതെ വിട്, ഇല്ലാന്നോട്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഇത് കണ്ട സാമി നല്ലതുപോലെ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഓക്കെ ഒരു കുഴപ്പമില്ല, കുട്ടികളെ ഞാൻ വെറുതെ വിടാന്ന് പറയുന്നത് നമ്മുടെ ജെസ് നേരെ വന്നിട്ട് രണ്ടുപേരെ അവിടെ നിന്ന് എടുത്തങ്ങ് മാറും. അങ്ങനെ ജെസ് കുട്ടികളെ കൊണ്ട് നേരെ താഴേക്ക് വരുമ്പോൾ റോബ് എന്താ ചെയ്യുന്ന വെച്ചാല് സാമിയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. എന്നിട്ട് അവൻ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ജെസ് പറയുന്നത് ശരി നിനക്ക് ആവശ്യമായിട്ടുള്ള പണം ഇവിടെ നിന്ന് എടുത്തിട്ട് നീ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ അങ്ങനെ അവൻ റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ ആ ബൈബിളിലുണ്ടായിരുന്ന പണം ഉണ്ടല്ലോ അതവിടെയുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഇവൻ പെട്ടെന്ന് അതിനകത്തിരിക്കുന്ന ആ ഒരു മയക്കുമരുന്നുണ്ടല്ലോ ജെസ് യൂസ് ചെയ്യാനായിട്ട് എടുത്താൽ അത് അവൾ യൂസ് ചെയ്തില്ലായിരുന്നു. അത് കണ്ട് ഹേയ് ഇത് നീ യൂസ് ചെയ്തില്ലേ, നിനക്കത് യൂസ് ചെയ്യണോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അത് യൂസ് ചെയ്താലോ. അപ്പോൾ ജെസ് പറയുമില്ല ഇപ്പോൾ എന്തായാലും വേണ്ടെന്ന് പറയുമ്പോൾ ഇല്ലില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുന്നതും അവൾ പറയും വേണ്ട എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും പറയുന്നുണ്ട് ഇല്ലില്ല നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറയും ശരി നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം, പക്ഷെ അതിനു മുന്നേ നീ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്പിൾ ബട്ടർ ഉണ്ടല്ലോ അതിലെന്തോ ഒരു പൊടി ഇട്ടിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യാണ്. അതുമല്ല അവൻ വരുമ്പോഴത്തേക്ക് അവൻ അത് ബ്രെഡിൽ തേച്ച് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അത് നല്ലതുപോലെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഒരു മയക്കുമരുന്ന് അത് വെള്ളമാക്കി സിറിഞ്ചിലേക്ക് ആക്കിയിട്ട് അവരുടെ കയ്യിൽ കുത്താനായിട്ടുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ജെസ് പറയും ഇല്ല റോബ് ഇവിടെ വേണ്ട മുകളിലേക്ക് പോകാം, കാരണം കുട്ടികളോട് ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പോയി ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് നോക്കുമ്പോഴത്തേക്കും അവന്റെ കൈ ഇരിക്കുന്ന ആ ഒരു കോലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ എത്രത്തോളം അഡിക്റ്റ് ആണെന്ന്. അങ്ങനെ അവനെ കുത്തിവെച്ചതിന് ശേഷം അവൻ ഇപ്പോൾ ജെസ്സിനോട് പറയും ശരി ഇനി നീ ട്രൈ ചെയ്യാൻ പറയുമ്പോൾ അവൾ പറയില്ലില്ല എൻ്റെ കൈ മുറിഞ്ഞിരിക്കണം ഇപ്പോൾ വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുമില്ല നീ ചെയ്തേ മതിയാവുള്ളെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ നിർബന്ധിക്കും. ആ സമയത്ത് നമ്മുടെ ജെസ് ആ തോക്ക് കിടക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അത് എടുത്ത് അവനെ അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് അവളെ അടിച്ച് താഴേക്കിട്ട് ഇപ്പൊ നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജെസ് പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൊല്ലാൻ പറയുമ്പോൾ അവനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി ഇടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവന് പെട്ടെന്ന് എന്താ തല ചുറ്റുന്നത് പോലെ വേറെ ഒന്നുമല്ല അവൾ നേരത്തെ ആ ഒരു പൊടി കലക്കി കൊടുത്തത് ഇപ്പോഴാണ് ഏറ്റു തുടങ്ങിയത്. എന്നിട്ട് ജെസ് നേരെ മുകളിലേക്ക് ഓടി കയറുന്നതും ഇവനും
മുകളിലത്തെ റൂമിലേക്ക് ഓടി വരും. അങ്ങനെ ജെസ് നേരെ ആ മുറിയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ജനാലയിനെ തുറക്കുമ്പോൾ ഇവൻ അടുത്തേക്ക് വന്നിട്ട് ജെസ്സിനെ പിടിച്ച്, നീ ഇപ്പോഴും എന്താ ഇത് ചെയ്യാതെ, നീ പഴയതുപോലെ ആവും എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു മയക്കുമരുന്ന് അടിമ സൈക്കോ ഉണ്ടല്ലോ, അവൻ വീണ്ടും അവളെ നിർബന്ധിക്കാണ്. അവനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ആ ഒരു സിറിഞ്ച് എടുത്ത് അവളുടെ കഴുത്തിലേക്ക് കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അവനെ കൊണ്ട് കഴിയുന്നില്ല. പെട്ടെന്നാണ് അവൻ എന്തൊക്കെയോ തോന്നിയിട്ട് അവനിപ്പോൾ ശ്വാസം കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ അവൻ പാതി ആ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഓടി വന്നിട്ട് ഒരു ഒറ്റ തള്ളവനെ അവൻ നേരെ താഴേക്ക് വീണ. അവന്റെ കഥ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. എന്തായാലും അവൻ ഇത് തന്നെ വേണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ലെയ്നി ഉണ്ടല്ലോ, അവൾ ആ ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് ആപ്പിൾ എടുക്കാൻ വേണ്ടി ഓടി വരികയാണ്. എന്നിട്ട് ആ ഒരു ആപ്പിളും എടുത്ത് അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സത്യത്തിൽ ഇവർ ഈ ഒരു വീട് വിട്ട് പോയില്ലായിരുന്നു. വീടിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വേറൊന്നല്ല, നമ്മുടെ ജെസ്സിപ്പോ ഈ ആപ്പിൾ വെച്ചിട്ട് അവളുടെ മുത്തശ്ശി ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു ബട്ടർ ഉണ്ടല്ലോ അതുണ്ടാക്കി അത് കുപ്പിയിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്താണ് ഇവരിപ്പോൾ ജീവിക്കുന്നത്. അതിന് കാരണം വേറൊന്നല്ല, അവളുടെ അമ്മ പറഞ്ഞൊരു ടിപ്പാണ്, കേടായ ആപ്പിളുകൾ ഒരിക്കലും വലിച്ചെറിയരുത്. കേടായ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കണം. കാരണം അത്തരം ആപ്പിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ജെസ്സാണ് അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബട്ടർ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവർക്ക് പുതിയ ഓർഡറും വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് 20 ബോട്ടിലുകൾ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി അവർക്ക് വേണ്ടിയിട്ടാണ് കച്ചവടം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ലെയ്നിക്ക് അത് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നതും ഇവരെല്ലാവരും ഇനി സന്തോഷത്തോടെ ഇവിടെ കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.